കന്യാസ്ത്രീകളുടെ മോചനത്തിൽ കേന്ദ്രവും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും നൽകിയ ഉറപ്പ് പാഴായി. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ NIA കോടതിയിൽ എതിർത്തു. വാദം പൂർത്തിയാക്കിയ കോടതി നാളെ വിധി പറയും. കേന്ദ്രത്തിനും ബി.ജെ.പിക്കുമെതിരെ LDF, UDF MPമാർ രംഗത്തെത്തി. പ്രതികരണത്തിലേക്ക് ആദ്യം. വളരെ അസ്വസ്ഥജനകമായിട്ടുള്ള ഒരു വിവരമായിട്ട് വേണം കരുതാൻ വേണ്ടി. എന്താ കാരണം എന്ന് വെച്ചാൽ പ്രോസിക്യൂഷൻ എതിർക്കില്ല, ഒരു കാരണവശാലും സംസ്ഥാനം ജാമ്യത്തെ ഒബ്ജക്റ്റ് ചെയ്യില്ല എന്നാണ് ഞങ്ങളോട് ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. അതായത് ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകൾക്ക് വിലയില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ഒരു കേസ് കള്ളക്കേസാണെന്നും ഇതൊരു അനീതിയാണെന്നും ഇവരോട് കാണിക്കുന്ന വലിയൊരു ക്രൂരതയാണെന്നും ഏവരും സമ്മതിച്ച് കഴിഞ്ഞ ശേഷം പിന്നീട് എന്ത് ഒബ്ജക്ഷനാണ്, എന്ത് എതിർപ്പാണ് ഇതിനകത്ത് പ്രസക്തിയുള്ളത്? എന്തായാലും കോടതിയുടെ പക്കലിരിക്കുന്നൊരു കേസാണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നാളെ കൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചൊരു തീരുമാനം വരും എന്നുള്ള പ്രതീക്ഷയിൽ പ്രിയംപ്റ്റ് ചെയ്തിട്ട് ഒരു മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ജാമ്യം ലഭിക്കേണ്ടതായ വിഷയങ്ങളിൽ പ്രോസിക്യൂഷൻ എതിർപ്പ് ഉന്നയിച്ചിട്ടില്ല എന്ന് ബി.ജെ.പി. നേതാവ് ഷോൺ ജോർജ് പറഞ്ഞു. പ്രോസിക്യൂഷന്റെ എതിർപ്പ് സാങ്കേതികം മാത്രമാണ്, വാസ്തവം കോടതിയെ ബോധ്യപ്പെടുത്തിയെന്നും ഷോൺ ജോർജ് പ്രതികരിച്ചു. ഒരു സർക്കാരിന്റെ സ്വാഭാവിക നടപടി എന്ന നിലയിൽ, എന്നാൽ കേസിന്റെ ഇൻഗ്രീഡിയൻസിൽ ഇവർക്ക് ജാമ്യം കിട്ടാൻ പറ്റുന്ന കാര്യങ്ങൾ പ്രതിഭാഗത്തുനിന്നും ബോധ്യപ്പെടുത്ത ഒരു ഘട്ടത്തിലും കൃത്യമായിട്ട് പറഞ്ഞ് പ്രധാനമായിട്ടും ആ 2 സെക്ഷനുകളെ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ആർഗ്യുമെൻസിനെ ഒന്നും പ്രോസിക്യൂഷൻ എതിർത്തിട്ടില്ല. പിന്നെ ഒരു പ്രൊസീജിയറുണ്ട്, ആ പ്രൊസീജിയർ മാത്രം അവിടെ കംപ്ലൈ ചെയ്തു. ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നിലപാട് അങ്ങേയറ്റം അപലപനീയമെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകളെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ വളരെ നിഗൂഢമായ നീക്കത്തിലൂടെ ഈ ജാമ്യഹർജിയെ എതിർത്തത് അങ്ങേയറ്റം ദുഃഖകരവും അപലപനീയവുമാണ്. ഇപ്രകാരമുള്ള നീതി നിഷേധങ്ങൾ നടക്കുമ്പോൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയല്ലാതെ മറ്റെന്താണ് ഒരു ജനാധിപത്യ വിശ്വാസിക്ക് ചെയ്യാൻ സാധിക്കുക? നമ്മുടെ പ്രതിനിധികൾ അജീഷ് ജയകുമാർ ഒപ്പം അരുൺ രാജ് വിശദാംശങ്ങളുമായി. ആദ്യം അജീഷ് ജയകുമാറിലേക്കാണ്. അജീഷ്, പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി ഇന്നും പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ കോടതിയിൽ എതിർത്തു എന്ന വാർത്ത വരുമ്പോൾ ഷോൺ ജോർജ് പറഞ്ഞത് സാങ്കേതികമായി ഒറ്റ വരിയിൽ പറഞ്ഞ എതിർപ്പ് മാത്രമാണ്, മറ്റ് മെറിറ്റിലേക്ക് കടക്കുമ്പോൾ ഒരു പോയിന്റ് പോലും പ്രോസിക്യൂഷൻ എതിർത്തില്ല എന്നതാണ്. കോടതിയിൽ എന്ത് സംഭവിച്ചു എന്നതിന്റെ വിശദാംശങ്ങൾ നമുക്കറിയാൻ കഴിഞ്ഞോ കൂടുതലായി? അനുജ, 12 മിനിറ്റാണ് ഇന്ന് ആകെ കോടതിയിൽ വാദങ്ങൾ നീണ്ടത്. ആദ്യം ബജ്രംഗ് ദൾ അഭിഭാഷകനായിരുന്നു വാദിച്ചത്. സ്വാഭാവികമായിട്ടും സെഷൻസ് കോടതിയിൽ വാദിച്ച അതേ വാദങ്ങൾ തന്നെയാണ് ബജ്രംഗ് ദൾ അഭിഭാഷകൻ വാദിച്ചത്. മതപരിവർത്തനം ഇവർ നടത്താൻ ശ്രമിച്ചിരുന്നു, ഇവർക്ക് ജാമ്യം നൽകിയാൽ ഇത് ആവർത്തിക്കും തുടങ്ങിയ വാദങ്ങളായിരുന്നു ഉന്നയിച്ചത്. പ്രതിഭാഗം ഇതിനെ എതിർക്കുന്ന, ഇതിനെ നിരാകരിക്കുന്ന തെളിവുകൾ നിരത്തുകയാണ് അവിടെ ചെയ്തത്. ഈ പെൺകുട്ടികൾ 18 വയസ്സ് പ്രായപൂർത്തിയായവരാണ്. ഇവരുടെ മാതാപിതാക്കളുടെ മൊഴിയുണ്ട്. സ്വാഭാവികമായിട്ടും ഇവര് മനുഷ്യക്കടത്ത് എന്നുള്ള കുറ്റം നിലനിൽക്കില്ല. കൂടാതെ ഈ പെൺകുട്ടികൾ ക്രൈസ്തവ വിശ്വാസികളാണ്, അതുകൊണ്ട് തന്നെ മതപരിവർത്തനം എന്ന കുറ്റവും നിലനിൽക്കില്ല എന്ന വാദങ്ങൾ പ്രതിഭാഗം വാദിച്ചു. ഈ ഘട്ടത്തിലൊന്നും പ്രോസിക്യൂഷൻ എതിർപ്പൊന്നും അറിയിച്ചില്ല. അവസാനം പ്രോസിക്യൂഷന്റെ നിലപാട് എന്താണെന്ന് കോടതി ചോദിച്ചപ്പോൾ ഒറ്റ വാക്കിൽ ഇത് പ്രാരംഭഘട്ടത്തിലുള്ള കേസാണ്, അതുകൊണ്ട് ഈ കേസിൽ ഇവർക്ക് ജാമ്യം നൽകരുത് എന്ന് മാത്രമാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഈ പ്രതിഭാഗം വക്കീലായിട്ടുള്ള അമൃതം ദാസ് അടക്കമുള്ളവർ പറഞ്ഞത് നാളെ ഈ കോടതി ഈ വിധി പറയുമ്പോൾ ജാമ്യം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. എന്നാൽ ഇടത് എംപിമാരടക്കമുള്ളവർ ഈ പ്രോസിക്യൂഷനെ എതിർത്തതിനെ വിമർശിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. അതാണ് കോടതിയിൽ നടന്നത്. 12 മിനിറ്റ് മാത്രമാണ് ഈ വിഷയത്തിൽ വാദമുണ്ടായത്. വാദം പൂർത്തിയായി നാളെ വിധി പറയും. അരുൺ രാജ് കൂടിയുണ്ട് കൊല്ലത്ത് നിന്ന്. അരുൺ രാജ്, കൊല്ലത്ത് പ്രതിഷേധമുണ്ടായിട്ടുണ്ട്. ആ പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, സംസ്ഥാന വ്യാപകമായി കന്യാസ്ത്രീകളുടെ മോചനം വൈകുന്നതിലും ഈ ജാമ്യം നിഷേധിക്കുന്നതിലും അടക്കമുള്ള പ്രതിഷേധങ്ങൾ കനക്കുകയാണ്. കൊല്ലത്തും അതുപോലെ തന്നെ കണ്ണൂരും തൃശ്ശൂരുമാണ് ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായത്. ഈ കന്യാസ്ത്രീകളെ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ഇവർ ആരോപിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു തെരുവിലേക്കടക്കം പ്രതിഷേധം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഈ രൂപതകൾ, അത് സഭാ നേതൃത്വം കൃത്യമായി തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. രൂപതയുടെ നിയന്ത്രണത്തിലും അടക്കം ഇത്തരം പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമാക്കും. അത് ബി.ജെ.പിക്കെതിരെയുള്ള
ഒരു സമരമായി തന്നെ കേരളത്തിൽ മാറുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ട കാഴ്ച. അത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ഈ സഭകളുടെ നേതൃത്വം അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഈ സഭാ നേതൃത്വവുമായി വിവിധ സ്ഥലങ്ങളിൽ കൂടിക്കാഴ്ച നടത്തുകയും അതേസമയം തന്നെ സഭാ നേതൃത്വത്തിനെതിരെ നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുന്നവരാണ് സംസ്ഥാനത്തുള്ളത്, രാജ്യത്തുമുള്ളത്. അത് ഒരു തരത്തിലും പൊറുക്കാനാകാത്ത തെറ്റാണ്. അതിനെതിരെ ശക്തമായ നിലപാടുണ്ടായിരിക്കുമെന്ന് സഭാ നേതൃത്വം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും സംസ്ഥാനത്ത് വ്യാപകമായി ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുള്ള പ്രതിഷേധം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. സമാന്തരമായി തന്നെ ഈ സഭാ നേതൃത്വത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് വിവിധ സംഘടനകളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധമുണ്ടായി. കൊല്ലത്തും പ്രതിഷേധമുണ്ടായി. അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.